അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെലീന കൂട്ടിലങ്ങാടിയുടെ ഒരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സുറുമിയുടെ സ്വന്തം ഇബിനു എന്ന നോവൽ എഴുതിയ സെലീന കൂട്ടിലങ്ങാടിയുടെ. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്കാണ് കേട്ടോ പോകുന്നത്. മലപ്പുറം MSM ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുസ്തകം എങ്ങനെ കിട്ടുക എന്നുള്ളത്. അതിന് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പ്രകാശനമാണ് പുസ്തകം എഴുതാനൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒപ്പം തന്നെ ഉണ്ട്. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളത് സെലിൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സുറുമിയുടെ സ്വന്തം ഇബിനു എന്ന നോവലിൻ്റെ പ്രകാശനം ലൈഫ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 4ാം വാർഷികവും കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം മലപ്പുറം MLA ഉബൈദുള്ള സാഹിബാണ്. ബഹുമാനപ്പെട്ട മലപ്പുറം നഗരസഭ ചെയർമാൻ ശ്രീ മുജീബ് കാടേരി, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി പ്രിയങ്കരിയായ സെലീന കൂട്ടിലങ്ങാടി, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ PK സക്കീർ ഹുസൈൻ, ശ്രീ PK അബ്ദുൽ ഹക്കീം. ഒരു ദൗത്യമാണ് ഇവിടെ ഞാൻ ഈ ലൈഫ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.
പ്രിയങ്കരിയായ സെലീന കുട്ലങ്ങാടി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സെലീനക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന അത്യപൂർവമായ രോഗം ബാധിച്ചു. ആ രോഗം ബാധിച്ച് ഓരോ അവയവങ്ങളും ഓരോ ഘട്ടം ഘട്ടമായി അവയവങ്ങളുടെ ശേഷി തിരിച്ചു പിടിച്ച് ഇങ്ങനെ ഒരു നോവൽ എഴുതുന്നതിന് വേണ്ടി സെലീന കുട്ലങ്ങാടി സമയം കണ്ടെത്തി. എനിക്ക് ഇങ്ങനൊരു അംഗപരിമിതിയുണ്ട്, എനിക്ക് ഓരോ വർഷം കഴിയുന്നതോറും എൻ്റെ അവയവങ്ങളുടെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്നല്ല സെലീന ചിന്തിച്ചത്. അതിനൊക്കെ അതിജീവിച്ചു, അതിനൊക്കെ തരണം ചെയ്യുക. ഞാനിതാ സമൂഹത്തിലെ എല്ലാവരെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി, സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി, സാധാരണക്കാരൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒപ്പിയെടുത്തി അതിമനോഹരമായിട്ടുള്ള ഒരു നോവലാണ് പ്രിയങ്കരിയായ സെലീന കുട്ലങ്ങാടി പുസ്തക രൂപത്തിൽ നമ്മുടെ കൈകളിൽ എത്തിച്ചിട്ടുള്ളത്. ഇതിലൂടെ ആ പ്രിയങ്കരിയായ സെലീന കുട്ലങ്ങാടി ഭിന്നശേഷിയുള്ളവർക്ക് മാതൃകയായി ഉയർന്നിൽക്കുന്ന നല്ലൊരു എഴുത്തുകാരിയായി ഇനി ഇതുപോലെയുള്ള രചനകൾ സെലീനയിൽ നിന്നുണ്ടാവും. സെലീനയെ മാതൃകയാക്കി നിങ്ങളൊക്കെ ഇതുപോലെ നോവൽ രചിക്കാൻ, കവിതകൾ രചിക്കാൻ, മറ്റ് പുസ്തകങ്ങൾ എഴുതാൻ ഒക്കെ നിങ്ങളുടെ സമയം കണ്ടെത്തണം. നിങ്ങൾ എളുപ്പത്തിലാക്കുക. ഇങ്ങനെ ഒരു നോവൽ പ്രസിദ്ധീകരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പുസ്തകം പോയിട്ട് ഒരര പേജ് എഴുതാൻ പോലും നമ്മളാരും വിചാരിച്ചാൽ പക്ഷേ കഴിഞ്ഞോളെ ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ആ രീതി, അതിൻ്റെ കെട്ടിലും മട്ടിലും ഒരു ലേഖനം എഴുതാൻ പോലും പലർക്കും സാധ്യമാകാത്ത ഒരു കാലഘട്ടത്തിലാണ് നല്ല ഒരു പുസ്തകം, നോവൽ പ്രിയങ്കരിയായ സെലീന കുട്ലങ്ങാടി രചിച്ചത്. താങ്ക് യു സാർ. ഈ മേഖലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന എന്തെല്ലാം ഉണ്ടോ, ഞങ്ങളെക്കാൾ 1000 തവണ അറിയുന്ന നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നിങ്ങൾ പറഞ്ഞ അതേ താല്പര്യത്തിൽ, അതല്ല ഒരു ശതമാനം അധികം താല്പര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. കോപ്പികൾ സദസ്സിന് പുറത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനിയും കോപ്പി കൈപ്പറ്റാത്തവർ
ഈ അവസരത്തിൽ ഫോൾസിക്ക് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. സെലീന കുട്ടലങ്ങാടിക്ക് അയൽവാസിയുടെ വക ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുന്നു. മുഴുവൻ ആളുകളും അവരവരുടെ സീറ്റിൽ തന്നെ ഇരുന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഈ അവസരത്തിൽ എന്താ പറയല്? പറയാൻ വാക്കുകളില്ല. നമുക്കറിയാം, നമ്മളെ എഴുത്തുകാർക്ക് പറയാൻ സന്തോഷം കൊണ്ട് വാക്കുകളില്ല. വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വേദിയിലിരിക്കുക. 2 മിനിറ്റിനകം എത്തും. സഹകരിക്കുക. സുറുമയുടെ സ്വന്തം ഇബിനും സെലീന കുട്ടലങ്ങാടിക്ക് ഉപഹാരം സമർപ്പിക്കുകയാണ്. ഉപഹാരം സമർപ്പിക്കുന്നത് മലപ്പുറം സർക്കിൾ ഇൻസ്പെക്ടർ ബഹുമാനനായ ശ്രീ ജോബി തോമസ് സാറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ഇവരെ കാണുമ്പോൾ എന്താണ് പറയുന്നത്? കാരണം ഇത്രയും ഒരു അവസ്ഥയിൽ നിന്ന് നല്ല ഒരു വിൽ പവർ കൊണ്ട് മാത്രമായിരിക്കാം ഇതുപോലെ ഒരു നല്ല ബുക്ക് എഴുതാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഇപ്പോൾ നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട്. ശാരീരികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും പല രീതിയിലുള്ള ഞെരുക്കങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പലരും ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വ്യാപനപ്പെട്ട് നിൽക്കുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. നമ്മളുടെ മേഖല ഇതല്ല. എൻ്റെ കഴിവുകൾ ഈ ഒരു കുറവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പോകേണ്ടതല്ല എന്ന് ചിന്തിച്ച് തൻ്റെ കഴിവുകളെ ഇതുപോലെ പുറത്തേക്ക് കൊണ്ടുവരാനോ പ്രകടിപ്പിക്കാനോ കഴിയുക എന്ന് പറയുന്നത് ഇത് നമുക്കുണ്ടാകുന്ന ഒരു വിൽ പവറിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ നിന്നാണ്. അല്ലാതെ എനിക്കിനി ഒന്നിനും കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ വയ്യാത്ത ഒരാളാണ് എന്ന് ചിന്തിച്ച് പിറകോട്ട് മാറി നിൽക്കുമ്പം നമ്മളൊന്നും അല്ലാതെ ആയിത്തീരുകയാണ്. ഈ ഒരു അവസ്ഥയിലും നമുക്ക് എഴുതാനോ നമുക്ക് നമ്മളുടേതായ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളിൽ അന്തർലീനമായിട്ടുള്ള രൂപത്തിൽ അതിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. സമൂഹം അങ്ങനെ സമൂഹത്തിൻ്റെ ധാരണകളെയും ചിന്തകളെയും അവരുടെ വിശ്വാസങ്ങളെയും മാറ്റിമറിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നതായിരുന്നു സെലീനയുടെ ഈ നോവലും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്കും നമ്മുടേതായ സംഭാവന ഈ ലോകത്ത്, അല്ലെങ്കിൽ നാം ഇവിടെ അനുഭവിക്കുന്ന സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും നമ്മുടെ അനുഗ്രഹങ്ങൾക്കുമുള്ള നാം കൊടുക്കുന്ന ടാക്സാണ് യഥാർത്ഥത്തിൽ നാം സമൂഹത്തിലുള്ള ഇതുപോലെയുള്ള ആളുകളെ സേവിക്കുകയും സഹായിക്കുകയും അവരെ എംപവർ ചെയ്യുകയും ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗം മാത്രമാണ് ഞാൻ സെലീനയുടെ ഈ നോവൽ, ഇങ്ങനെയുള്ള സംരംഭത്തെ സെലീനയെ എനിക്ക് നേരിട്ട് അറിയില്ലായിരുന്നുവെങ്കിലും അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായത് എന്നതിൽ ഞാൻ തികച്ചും അഭിമാനം കൊള്ളുന്നു. എല്ലാവിധ ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
7 വർഷത്തോളമായി ഞാൻ വീൽ ചെയറിൽ കഴിയാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ കഴിഞ്ഞത്. അതിനിടയിലാണ് എനിക്ക് പുറത്ത് പോകാൻ വേണ്ടി ഒരു അവസരം തന്നത്, അവസരം കിട്ടിയത്. അതിലേക്കുള്ള വഴി എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ അമ്മാവിൻ്റെ ഭാര്യ അമ്മായിയാണ്. അങ്ങനെയോ അവർ ചൂണ്ടിക്കാണിച്ച് ചേർത്ത് നിർത്താൻ വളണ്ടിയേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പ് എന്നെ പുറം ലോകത്തേക്ക് ഇറക്കി കൊണ്ടുപോയി. ഒരു വയനാട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നത് തുടങ്ങിയതാണ് ഞാൻ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നത്. ഇന്ന് ഏതൊരു വിഷയം കിട്ടിയാലും ഞാൻ അതിനെക്കുറിച്ച് നോവലോ കഥയോ എഴുതി തുടങ്ങും. ഒരുപാട് ചെറുകഥകൾ എഴുതി 1ാം സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ശരീരത്തിനെ പുറത്ത് ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല. മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ഏത് ഉയരത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റും. അതിന് കാലുകളുടെ ആവശ്യമില്ല, കൈകളും വേണ്ട, മനസ്സ് മതി. എന്നും ധൈര്യം കാണാൻ മനസ്സുണ്ടായാൽ മതി. പിന്നെ ചേർത്ത് പിടിക്കാൻ ഇതുപോലെയുള്ള വളണ്ടിയേഴ്സും പിന്നെ പ്രോത്സാഹനം നിറഞ്ഞ ബന്ധുക്കളും എല്ലാത്തിനും പ്രോത്സാഹനം തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിന്ന് എന്നെ പുറം ലോകത്തേക്ക് ഇറക്കി കൊണ്ടുവന്നത് എൻ്റെ ഉമ്മ തന്നെയാണ്. ഇവിടെ നിൽക്കാൻ സഹോദരങ്ങളും അനിത്യന്മാരും ആങ്ങളമാരും നാത്തൂന്മാരും എല്ലാവരും ഉണ്ടായി. 1.5 വർഷം രാവും പകലും ഉറക്കൊഴിച്ചുണ്ടാക്കിയതാണ് ഞാൻ ഈ പുസ്തകം. ഇനി 2 നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പുസ്തകം ഇറക്കാൻ വേണ്ടി. ഇതുപോലെ എൻ്റെ സഹോദരങ്ങൾ ഒരു കുടക്കീൽ എന്ന പോലെ ഭിന്നശേഷിക്കാരായ ഒരുപാട് സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് പ്രോത്സാഹനം തരാനും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും അവരെ പ്രോത്സാഹനമാണ് ഞാൻ ഇന്നിവിടെ വരെ എത്തിയത്. ഈ പുസ്തകം ഞാൻ ഇതേ നോവൽ പുസ്തകത്തിൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടി എന്നെ സഹായിച്ച കോയ മാഷിനും അനീഫക്കാക്കും 1000 നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ എന്നെ ചേർത്ത് പിടിച്ച എല്ലാ ഭിന്നശേഷി സഹോദരങ്ങൾക്കും വളണ്ടിയേഴ്സിനും എൻ്റെ 1000 നന്ദി അറിയിച്ചു കൊണ്ടുവന്നു. പിന്നെ എന്നെ ഈ വലിയ വേദി ഒരുക്കി എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന ലൈഫ് കെയറിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നിഴലിന് പോലും പ്രകാശം പരത്തുന്ന വഴിവിളക്കുകളായിട്ട് നിൽക്കാനും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു നാമധേയം നാളെ മൺമറഞ്ഞാലും ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാനും സർവശക്തൻ നമുക്ക് ഓരോരുത്തരും ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം ഒരുപാട് ഇഷ്ടത്തോടുകൂടി ഒരുപാട് സ്നേഹത്തോടുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഓക്കെ. സെലിൻ്റെ
സുറുമിയുടെ സ്വന്തം വിപിന് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ്. എനിക്ക് ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത്? ഇപ്പോൾ സെലിൻ നോവൽ എഴുതി തുടങ്ങിയത് ഇജ് പറഞ്ഞിട്ടാണ്. അല്ല, ഇജ് എൻ്റെ ഒരു പ്രേരണയാലാണ് സെലി എഴുതി തുടങ്ങിയത്. സെലീന എന്ന ഒരു എഴുത്തുകാരിയെ ഞാൻ കണ്ടപ്പോൾ പ്രോത്സാഹിപ്പിച്ച് മാത്രമേ യാതൊരു കഴിവില്ലാന്നല്ലോ. അപ്പൊ എനിക്ക് ഇന്നിപ്പോ എന്താണ് ഇപ്പൊ അന്ന് തോന്നിയിട്ടുണ്ട് സെലിന്റെ എഴുത്ത് കാണുമ്പോൾ തന്നെ വലിയൊരു അഭിമാനം. കാരണം ഒരു പ്രൊഫഷണൽ എഴുത്തുകാരി എഴുതുന്നത് പോലെ എഴുത്തും ചെറുകഥ ആദ്യമായിട്ട് ചെറുകഥ അത് കണ്ടിട്ട് ഭയങ്കര സ്റ്റാൻഡാണ്. അങ്ങനെയാണ് ഞാൻ സെലിനോട് നോവൽ എഴുതാൻ പറഞ്ഞത്. അങ്ങനെ ഒരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങള് കടൽ പറയാത്ത കഥകൾ എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ 3 പേര് മുനീറ പാണ്ടിക്കാട് ഉണ്ടായിരുന്നു. ഞാൻ ഇവരെ 2 പേരും കൊണ്ടും കഥ എഴുതിച്ചു. അങ്ങനെ സെലി ഒരു നല്ല നോവലായിരുന്നു. ആ നോവല് കണ്ണീർപ്പാടം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതും നല്ല നോവൽ. ഞാൻ കണ്ടുപോ സെലിന്റെ ഫാമിലിയാണ്. സെലി അത് ആരൊക്കെ പറയും? പാട്ടുകാരല്ലേ? അല്ല അല്ല, പാട്ടുകാർ. കുറച്ചങ്ങോട്ട് ഓളങ്ങോട്ടേക്ക് ഓളടുത്തേക്ക് അങ്ങോട്ടേക്ക്. ആ ഷാജി വാരംകൂടി പരിപാടിയിലെല്ലാം പിന്നെ നോക്കാം. ഇതൊക്കെ ഫാമിലിയാണ്. ആങ്ങളുടെ മക്കളും അനിയത്തിൻ്റെ മക്കളുമാണ് കേട്ടോ. സെലിയുടെ ഫാമിലിയാണ്. മറ്റേത് നമ്മളെ സ്വന്തം ഷാജിക്ക. വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. നാളെ തന്നെ വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പുസ്തകം വേണ്ടവരൊക്കെ നൗഷാദ് മങ്കട, നിയാസ് പൊന്മള ഒക്കെ ആയിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അവർ 2 പേരെയും നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് വേണ്ടവരൊക്കെ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനുള്ളത്.